ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചൗരി വെച്ചിട്ടുള്ള ഒരു ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ ചൗരി ഉപയോഗിക്കുന്നത് പായസം ഉണ്ടാക്കാനാണ് അല്ലേ. ചൗരി വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് എനിക്കൊരു പുതിയ അറിവായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്ക്, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്യണം. ഈ ചൗരി നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമായിട്ടാണ് പറയുന്നത് കേട്ടോ. ഇത് കുട്ടികൾക്കൊക്കെ കുറുക്കായിട്ട് കൊടുക്കാറുണ്ട്. ഇത് നമ്മൾ കൂരവൊക്കെ കൊടുക്കുന്നത് പോലെ തന്നെ ഇത് കുറുക്കി കുട്ടികൾക്ക് കൊടുക്കാറുണ്ടെന്നാണ് പറയുന്നത് പലരും. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ചൗരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ചൗരി നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. അതായത് 4-5 പ്രാവശ്യം വെള്ളം മാറ്റി മാറ്റി നന്നായിട്ട് കഴുകിയെടുക്കണം. കൈ വെച്ചിട്ട് തിരുമ്മി കഴുകിയെടുക്കണം. ഒരുപാട് പ്രസ് ചെയ്യാൻ പാടില്ല. എന്നാലും ഇതുപോലെ കൈവച്ച് തിരുമ്മി കൊടുക്കുമ്പോൾ അതിലുള്ള പൊടി ഒരു സൈസ് വെള്ള പൗഡർ പോലൊരു സാധനം ഉണ്ടാവും. അതെല്ലാം കംപ്ലീറ്റ് വെള്ളത്തിൽ കലങ്ങി പോവും. അതിന് വേണ്ടിയിട്ടാണ് 4-5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കഴുകാൻ പറയുന്നത്. ആ വെള്ളം നല്ല ക്ലിയർ ആവണം. അല്ലാന്നുണ്ടെങ്കിൽ അതിനൊരു സ്റ്റിക്നെസ് വരും. നമ്മൾ വേവിക്കുന്ന സമയത്ത് ഒരു സ്റ്റിക്നെസ് വരും. അപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പിൽ താഴെ വെള്ളം, അതായത് 1 കപ്പ് ചൗരിക്ക് 1/4 കപ്പിന് താഴെ വെള്ളം ഒഴിച്ചു കൊടുത്തേക്കാണ്. ഇനി ഇത് കുറച്ച് സമയം 1 മുതൽ 2 മണിക്കൂർ വരെ ഇത് മാറ്റി വെക്കാം. ഇതൊന്ന് കുതിർന്ന് വരട്ടെ. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം മൊത്തം ഇത് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് കുതിർന്ന് സൈസിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഡബിൾ ആയിട്ടുണ്ട് അതിൻ്റെ ചൗരിയുടെ സൈസ്. അതുപോലെ ഒന്നിലൊന്ന് തട്ടാതെ തന്നെ കിടപ്പുണ്ട്. ഇനി ഇതിനെ ഒരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. എക്സ്ട്രാ എന്തെങ്കിലും വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അരിപ്പ വഴി പൊയ്ക്കോളും. കുറച്ച് നേരം അതങ്ങനെ വെച്ചിരുന്നാൽ എക്സ്ട്രാ ഉള്ള വെള്ളം അതുവഴി അങ്ങ് പൊയ്ക്കോളും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ മുറിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 പച്ചമുളക്, 2 പൊട്ടറ്റോ, പിന്നെ കറിവേപ്പില ഇത്ര എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി വേണ്ടത് കപ്പലണ്ടിയാണ്. ഈ കപ്പലണ്ടി നന്നായിട്ട് വറുത്ത് അതിൻ്റെ തോലെല്ലാം മാറ്റി വെച്ചേക്കുവാണ്. ഇതിന് നമുക്കൊന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കണം. പൗഡറായി പോകാൻ പാടില്ല. കുറച്ച് തരിതരിയായിട്ടുള്ള രീതിയിൽ ഇതേ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചൗരിയിൽ മിക്സ് ചെയ്യാനുള്ള സാധനമാണ്. ഈ ചൗരി ഞാൻ 1 മണിക്കൂർ കുതിർക്കാൻ വെച്ചിരുന്നതാണ്. 1 മുതൽ 2 മണിക്കൂർ വരെ നമുക്ക് കുതിർക്കാനായിട്ട് വെക്കാം. അതിനുശേഷം ഇതുപോലെ ഡ്രെയിൻ ചെയ്ത് വെച്ചതാണ്. ഇതിൽ ഡ്രെയിൻ ചെയ്യാനായിട്ട് വെള്ളമൊന്നും ഇല്ല. എന്നാൽ പോലും നമ്മളിങ്ങനെ അരിപ്പയിലാക്കി കുറച്ചു നേരം വെച്ചേക്കണം. എങ്ങാനും വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൊയ്ക്കോളും. അതിനുശേഷം ഇനി ഈ ചൗരിയിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കപ്പലണ്ടി മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഞാനിതിപ്പോൾ ഫുൾ എടുക്കുന്നില്ല. ഒരു 4 ടേബിൾ സ്പൂൺ ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത കപ്പലണ്ടി കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ സ്പൂൺ ഉപയോഗിക്കാൻ പാടില്ല. ജസ്റ്റ് പാത്രം ഇങ്ങനെ കറക്കി കൊടുത്തിട്ട് മിക്സ് ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പോൾ ചൗരി പൊടിഞ്ഞു പോകാനോ അല്ലെങ്കിൽ കുഴഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുമാതിരി ആക്കി ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ പക്ഷേ കുക്ക് ചെയ്യുന്ന സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1/2 സ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, അതുപോലെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ എണ്ണയിൽ കിടന്നിട്ട് പൊട്ടറ്റോ നന്നായിട്ട് വെന്ത് വരണം. പൊട്ടറ്റോയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം.
ഇനി പൊട്ടറ്റോ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് അടച്ചു വെക്കുവാണ്. ഒരു 2-3 മിനിറ്റ് എണ്ണയിൽ കിടന്ന് അതൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഇത് ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളിയും കൂടി ഒന്ന് വാടി നല്ലൊരു പരുവത്തിനായി വരണം. ഇനി അടച്ചു വയ്ക്കാൻ പാടില്ല. തുറന്നു വെച്ച് തന്നെ ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് അതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയും പൊട്ടറ്റോയൊക്കെ നന്നായിട്ട് വെന്ത് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് 1/2 ടീസ്പൂണിൽ താഴെ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ല പരുവത്തിനായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ചൗരിയും നമ്മുടെ കപ്പലണ്ടിയുടെ ക്രഷ് ചെയ്ത കപ്പലണ്ടിയും കൂടെ ചേർത്തത് മിക്സ് ചെയ്ത് വെച്ചിരുന്നു. അതിപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എല്ലായിടത്തും ഇത് മസാലയൊക്കെ ആവത്തക്ക രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഇത് നമ്മൾ അടച്ചു വെച്ച് വേവിക്കണം. ചൗരി ഒന്ന് വെന്ത് കിട്ടണം. ഒരു 5-6 മിനിറ്റോളം നമ്മൾ അടച്ചു വെച്ച് വേവിക്കണം. ഇത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. 6 മിനിറ്റ് കൊണ്ട് നമുക്കത് വെന്ത് കിട്ടും. ഈ സമയത്ത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയോടൊപ്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാൻ വേണമെങ്കിൽ ഞാനിവിടെ ഇപ്പം ചേർത്തിട്ടില്ല. മുളക് പൊടി ചേർത്ത് കൊടുത്താൽ കളർ കുറച്ചും കൂടെ റെഡിഷ് ആയിട്ടിരിക്കും. ഉപ്പുമാവിൻ്റെ കളർ കുറച്ചും കൂടെ റെഡായിരിക്കും. ഒരു 5-6 മിനിറ്റ് കൊണ്ട് ചൗരി വെന്ത് കിട്ടും. ചൗരി വെന്ത് വരുന്ന സമയത്ത് നമുക്കറിയാലോ ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു അത് ഫീൽ ചെയ്യും, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനൊപ്പം തന്നെ നമ്മൾ കുറച്ച് മല്ലിയിലൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. കുഞ്ഞായിട്ട് അരിഞ്ഞ മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങ നീരാണ്. ഒരു നാരങ്ങയുടെ നീര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് പുളിപ്പും അതുപോലെ തന്നെ നല്ല സ്പൈസി ആയിട്ടൊക്കെ കഴിക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ 1.5 മുറി നാരങ്ങ വരെ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. അതുപോലെ അവസാനമായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന കപ്പലണ്ടിയുടെ ബാക്കി വെച്ചിരുന്ന മിക്സാണ്. ഈ ഒരു സമയത്ത് നമ്മളിത് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ക്രഞ്ചിനെസ് ഫീൽ ചെയ്യും. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും അല്ലെങ്കിൽ ലൈറ്റായിട്ടൊരു ഡിന്നർ കഴിക്കാനാണെങ്കിലും 4 മണി പലഹാരമായിട്ടാണെങ്കിലും ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്